പാലിയേക്കര ടോൾ തടഞ്ഞ ഉത്തരവ് ഹൈക്കോടതി വീണ്ടും നീട്ടുകയാണ്. ടോൾ പുനഃസ്ഥാപിക്കുന്നത് ഈ മാസം 30-ന് വീണ്ടും പരിഗണിക്കാം എന്താണ് കോടതി ഇന്ന് സ്വീകരിക്കുന്ന നിലപാട്. സർവീസ് റോഡുകളുടെ കാര്യത്തിൽ സ്ഥിരമായ മോണിറ്ററിംഗ് സംവിധാനം ഉറപ്പാക്കാം എന്ന് കേന്ദ്ര സർക്കാർ ഇന്ന് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ബിനിൽ മാതൃകാപരമായ നടപടിയാണെന്ന് പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്ന ഇടപെടലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ആവർത്തിച്ച് ഉണ്ടാകുന്നത്. ഇന്ന് ഏത് തരത്തിലാണ് വേഗത്തിൽ തന്നെ കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ടോൾ പിരിവ് നീട്ടിവെച്ചത്? രതീഷ, ഏറ്റവും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ വാർത്ത എന്നത് പാലിയേക്കരയിൽ ഈ മാസം കൂടി ടോൾ ഉണ്ടായിരിക്കില്ല എന്നതാണ്. അതായത് ഈ മാസം 30-ാം തീയതിയാണ് ഇനി ഈ കേസ് പരിഗണിക്കുന്നത്. അപ്പോൾ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് പരിശോധിച്ച കാര്യങ്ങളെങ്കിൽ എല്ലാം സുഗമമാണ് എങ്കിൽ മാത്രമേ ടോൾ പുനഃസ്ഥാപിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കോടതി പോവുകയുള്ളൂ. കഴിഞ്ഞ ഒരു മാസത്തോളമായി പാലിയേക്കരയിൽ ഇപ്പോൾ ടോൾ പിരിവില്ല. ഹൈക്കോടതിയുടെ ശക്തമായ ഇടപെടലാണ് ഉണ്ടായത്. കാരണം ഈ ടോൾ കമ്പനിയും ഇതുമായി ബന്ധപ്പെട്ട ആളുകളും ഈ റോഡ് നന്നാക്കാതെ ജനങ്ങളെ വഴിയിലിട്ട് ബുദ്ധിമുട്ടിച്ച് അവരിൽ നിന്ന് കൊള്ളയെടുത്ത് ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് വലിയ ടോൾ പിരിവാണ് അവിടെ നടത്തിക്കൊണ്ടിരുന്നത്. അത് ഇത്രയും കാലം ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചത് കൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ഇതിലൊരു ശക്തമായ നിലപാടെടുക്കുന്നത്. അങ്ങനെയൊന്നും വിശ്വസിക്കാൻ കഴിയുന്ന ആളുകളല്ല ഇവരെന്ന ബോധ്യം കോടതിക്കും കൂടി വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഇവർ ഈ തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ ചെയ്ത് കോടതിയിൽ വന്ന് എങ്ങനെയെങ്കിലും ആ ടോൾ പുനഃസ്ഥാപിക്കാനുള്ള നീക്കങ്ങൾ പല തരത്തിൽ നടത്തിയെങ്കിലും ഹൈക്കോടതി അതിനൊന്നും തന്നെ വഴങ്ങാത്തത്. കാരണം മുൻകാല ചരിത്രം അതാണ് കോടതിയെ ഈ രീതിയിൽ ചിന്തിപ്പിക്കുന്നത്. ഇന്നിപ്പോൾ കോടതിക്ക് മുന്നിലേക്ക് ജില്ലാ കളക്ടർ എത്തിച്ചത് ആമ്പല്ലൂരിലെയും അതോടൊപ്പം തന്നെ മുരിങ്ങൂരിലെയും പ്രശ്നങ്ങളാണ്. അവിടെ സർവീസ് റോഡ് മുരിങ്ങൂരിൽ നേരത്തെ തകർന്നിരുന്നു. അവിടെ സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് എന്ന് ജില്ലാ കളക്ടർ കോടതിയെ അറിയിക്കുകയായിരുന്നു. കാരണം അവിടെ ഈ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ ആഴത്തിൽ മണ്ണെടുത്ത് മാറ്റിയിട്ടുണ്ട്. അവിടെ സർവീസ് റോഡ് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ സുരക്ഷാ പ്രശ്നങ്ങൾ അതിന് കൃത്യമായ മാനദണ്ഡങ്ങൾ അവർക്ക് മുന്നിൽ പറഞ്ഞിരുന്നു. ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് ഈ കരാർ കമ്പനിയോട് പറഞ്ഞിരുന്നു. പക്ഷെ അവർ അതൊന്നും ചെയ്തിട്ടില്ല എന്ന് ഇന്ന് ജില്ലാ കളക്ടർ ഹൈക്കോടതി അറിയിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കോടതി ഇന്ന് ശക്തമായ നിലപാടെടുക്കുകയും ഈ കേസ് ഈ മാസം 30-ലേക്ക് മാറ്റിവെക്കുകയും ചെയ്തത്. അതേസമയം തന്നെ റോഡുകളുടെ കാര്യത്തിൽ സ്ഥിരമായ മോണിറ്ററിംഗ് സംവിധാനം ഉറപ്പാക്കാം എന്ന് കേന്ദ്ര സർക്കാരിന് കോടതിയിൽ ഉറപ്പു നൽകേണ്ടി വന്ന ഒരു സാഹചര്യം കൂടിയുണ്ടല്ലോ. ഇതുവരെയും ഈ ദേശീയപാതയിലെ പണികൾ ഇഴഞ്ഞു നീങ്ങുമ്പോൾ ദേശീയപാത അതോറിറ്റി ഉൾപ്പെടെ അക്കാര്യത്തിൽ ഇടപെട്ടിരുന്നില്ല. അത് ആ വഴിക്ക് നടക്കട്ടെ, കരാറുകാർക്ക് ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്നൊരു നിലപാടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ സ്ഥിരമായി റോഡുകളുടെ അവസ്ഥയുമായി ബന്ധപ്പെട്ട് പരിശോധനയ്ക്ക് സംവിധാനം ഉണ്ടാക്കാമെന്ന കേന്ദ്ര സർക്കാരിന്റെ ഉറപ്പ് ഏത് സാഹചര്യത്തിലാണ് വന്നത്? രതീഷ, എങ്ങനെയെങ്കിലും ഇവിടുത്തെ ടോൾ പുനഃസ്ഥാപിച്ചെടുക്കുക എന്നതായിരുന്നു ഇതുവരെ കേന്ദ്ര സർക്കാരും NHAI ഒക്കെ തന്നെ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അത് അങ്ങനെ എളുപ്പത്തിലൊന്നും നടക്കില്ല എന്ന് കേന്ദ്ര സർക്കാരിന് ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് ഇന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ നേരിട്ട് കോടതിയിൽ ഹാജരായി ഇവിടെ ഒരു വികസന പ്രവർത്തനം നടക്കുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ബുദ്ധിമുട്ട് പരമാവധി കുറയ്ക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വേണമെങ്കിൽ ഒരു സ്ഥിരമായ മോണിറ്ററിംഗ് സംവിധാനം ഏർപ്പെടുത്താം. അതായത് ഈ റോഡുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാൻ ഒരു സംവിധാനം തുടരട്ടെ എന്ന് പോലും കേന്ദ്ര സർക്കാരിന് പറയേണ്ടി വന്നു. എങ്ങനെയെങ്കിലും ആ ടോൾ ഒന്ന് പുനഃസ്ഥാപിച്ചു തരണം എന്നതായിരുന്നു ഇന്നും കോടതിയിൽ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടത്. പക്ഷേ അതിനൊന്നും കോടതി വഴങ്ങിയില്ല. കോടതി തന്നെ പറഞ്ഞു, സ്വാഭാവികമായി ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ നാട്ടിൽ ബുദ്ധിമുട്ടുണ്ടാകും, അതൊക്കെ ഞങ്ങൾക്ക് ബോധ്യമുള്ള കാര്യമാണ്. പക്ഷേ ഇതേ രീതിയിലല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എന്നതാണ് കോടതിയും ഇക്കാര്യത്തിൽ എടുത്ത നിലപാട്. അതോടൊപ്പം തന്നെ ഈ സുരക്ഷാ പ്രശ്നങ്ങൾ അതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ കഴിയില്ല എന്ന് കോടതി വ്യക്തമാക്കി. കാരണം ഒരു ജില്ലാ കളക്ടർ ഉൾപ്പെട്ട സമിതിയാണ് ഇവിടെ സുരക്ഷാ പ്രശ്നമുണ്ടെന്ന് കോടതിക്ക് മുന്നിലേക്ക് അറിയിച്ചത്. അത് കോടതിക്ക് അത് കേട്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ആ പ്രശ്നം പരിഹരിക്കൂ, അതിനുശേഷം ഇനി ടോളിനെ കുറിച്ച് ആലോചിക്കാമെന്നൊരു നിലപാട് ഇന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് എടുത്തത്. ശരി, ആശ്വാസകരമായ ഇടപെടലാണ് വീണ്ടും ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ദേശീയപാത വിഷയത്തിലുണ്ടായത്. പാലിയേക്കരയിലെ ടോൾ തടഞ്ഞ ഉത്തരവ് ഹൈക്കോടതി വീണ്ടും നീട്ടി എന്നതാണ് ഫലത്തിൽ ഇന്ന് സംഭവിച്ചത്. ടോൾ പുനഃസ്ഥാപിക്കുന്നത് ഈ മാസം 30-ന് പരിഗണിക്കാം എന്ന നിലപാടിലേക്ക് കോടതി എത്തുന്നു. അതായത് ഈ മാസം ടോൾ പിരിവ് എന്തായാലും ഉണ്ടാകില്ല സർവീസ് റോഡുകളുടെ കാര്യത്തിൽ. പക്ഷേ സ്ഥിരമായ മോണിറ്ററിംഗ് സംവിധാനം ഉറപ്പാക്കാം എന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറലും ഇന്ന് ഹൈക്കോടതിയിൽ ഉറപ്പു നൽകുന്നു.